ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചോദിച്ച് പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ 2 ബെഡ്റൂമുള്ള വീടുകളാണ് വരുന്നത്. ഒറ്റ നില വീടാണ്. ഇതിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ് വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ട്രിവാൻഡ്രം പ്രാവിച്ചമ്പലത്തിനടുത്തുള്ള മുളയ്ക്കൽ എന്ന സ്ഥലത്താണ് നമുക്ക് ഈ കാണുന്ന എല്ലാ വീടുകളും വരുന്നത്. കണ്ടോ, കുറേ വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ 1-2 നമുക്ക് സോൾഡ് ഔട്ട് ആയതുമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഏരിയയിലെ വീടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂം വരുന്ന വീടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം പ്രാവിച്ചമ്പലത്തിൽ നിന്നൊക്കെയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ മുളയ്ക്കൽ എന്ന സ്ഥലത്ത് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 360 സെൻറ്റിൽ 850 സ്ക്വയർ ഫീറ്റിൽ ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിനെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു കാറ് പോകാൻ വേണ്ടിയുള്ള സുഖമായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. കണ്ടോ, നല്ലൊരു വഴിയുണ്ട്. നമുക്കൊരു കാറ് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കിണറും കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. കണ്ടോ, പിന്നെ നമുക്കിവിടെ ഒരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. കണ്ടോ, ഒരു കാർ കണ്ടോ നമുക്കിവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. പിന്നെ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കണ്ടോ, സ്പോട്ട് ലൈറ്റ് ബാക്കിയൊക്കെ തന്നെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇവിടെയായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെയാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത് 6x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത്. കണ്ടോ, ഡബിൾ ഡോറാണ് നമുക്ക് വരുന്നത്. ഫുള്ളും തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഒരു ഡബിൾ ഡോറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ, ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം കയറി വരുമ്പോൾ ഈ ഇടത് ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. അവിടെ വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊരു ബെഡ്റൂമുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ അങ്ങനെയാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമ്മൾ ഈ ഒരു ഡോർ വഴിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷനാണ്. മുകളിൽ നമുക്ക് സീലിംഗ് ഉണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ബാക്കിലെല്ലാം PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് നമുക്കിവിടെ TV യൂണിറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടോ, കബോർഡ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയും വൈഡായിട്ടാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ തറയിൽ ടൈൽ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ടൈലിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഇനി ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, പോർട്രേറ്റും വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ വരുന്നത്. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാം. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചൺ കയറുന്ന ഈ ഭാഗത്തൊക്കെ ഉണ്ട് കുറച്ച് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രിപ്പിംഗ് ടൈല് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഫുള്ള് തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ സിങ്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ കണ്ട ഈ ഒരു വ്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ ഫ്രണ്ട് ലിവിങ് ഏരിയ, നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ കിച്ചണിന് പുറകു വശത്ത് നമുക്ക് വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതവിടെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നനകല്ലൊക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ സിമെൻറ്റ് ഇട്ട് തറയൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു വർക്ക് ഏരിയയും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുന്ന ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ടും ഒന്ന് ഇവിടെയും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കയറി വരുന്ന ലിവിങ് ഏരിയയുടെ സൈഡിലുള്ള ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 16x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ മുകളിലുണ്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഇവിടെ ടെക്സ്ചർ വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. 2 ഡോർ വരുന്നതാണ്. പിന്നെ അതൊരു വലിയ മിററും ഈ ഭാഗത്ത് വരുന്നതാണ്. ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറുമ്പോൾ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ ഷവർ ബാക്കി എല്ലാ സംഭവം ഇവിടെ ലൈറ്റിംഗ് മിറർ
സിങ്ക് എല്ലാ സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. ഈ ഭാഗത്താണ് നമുക്ക് ഇനി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ സെയിം ടൈലിംഗ് തന്നെയാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ചുമരിൽ നമുക്കൊരു ടെക്സ്ചർ വർക്ക് സംഭവിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 16x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ സീലിംഗിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ ടൈലിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഇതിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആണ് അപ്പോൾ ഇനി എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 37 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50 ലക്ഷത്തിന് താഴോട്ടുള്ള വീട്, ഇതേപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടായാൽ പോലും നിങ്ങൾ നോക്കുന്നെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റേറ്റിന് തന്നെ നമുക്ക് 4-5 വീടുകൾ നമുക്കിവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്വപ്ന ഭവനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.